പറയുമ്പോൾ നിശ്ചയമായിട്ടും പലതരത്തിലുള്ള സഹായങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. പെട്ടെന്ന് ഇന്നലെ സുപ്രഭാതത്തിൽ സവാദിനെ കൈയൊഴിയാൻ ഈ സഹായിച്ചുകൊണ്ടിരുന്നവർ കൈയൊഴിയേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ പിന്നെ അന്വേഷണ ഏജൻസികൾക്ക് കിട്ടിയിരിക്കുന്നു. അതിന് പിന്നിൽ ഈ പറഞ്ഞ സ്മൃതി വിശദീകരിച്ചതുപോലെ ആ ആശയത്തെ പിൻപറ്റുന്ന ആളുകളുടെ സഹായമാണ് ലഭിച്ചിട്ടുണ്ടാവുക. അത് 13 വർഷം ഇത്തരത്തിൽ പോലീസിനെയും ദേശീയ അന്വേഷണ ഏജൻസികളുടെയൊക്കെ കണ്ണുവെട്ടിച്ച് ഒളിവിൽ പാർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അയാളുടെ ഒരു പിന്നെ കഴിവും അയാളെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നവരൊരു കഴിവൊക്കെ ആയിട്ട് കണ്ടാൽ മതി. അതിനകത്ത് എന്തെങ്കിലും മറ്റ് സമ്മർദ്ദങ്ങളൊന്നും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ സാഹചര്യമൊന്നും ഇപ്പം പിന്നെ മാറിയിട്ടില്ലല്ലോ ഇന്ന് രാവിലെ. അപ്പോൾ അതുകൊണ്ട് അതൊരു സ്വാഭാവിക കാര്യം മാത്രമാണ്. പിന്നെ നേരത്തെ ഈ പറഞ്ഞ കണക്ക് PFI നിരോധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും അതൊരു ആശയം എന്നുള്ളതിലേക്ക് വളരെ സജീവമാണ്. ആ സംഘടനയെ നിരോധിക്കുന്നതുകൊണ്ട് ഒരു ആശയം ഇല്ലാതാകുന്നില്ലല്ലോ. ആശയം സഞ്ചരിച്ചു ഏതാ സിമിയുടെ കാര്യത്തിനകത്തൊക്കെ. അപ്പോൾ അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും ഭൂരിപക്ഷ വർഗീയതയെ നാം എത്രത്തോളം ശക്തമായി എതിർക്കുന്നു അതുപോലെ തന്നെ ശക്തമായി എതിർക്കേണ്ടത് തന്നെയാണ് ന്യൂനപക്ഷ വർഗീയത എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയുടെ ഒരു പ്രതിഫലനമാണെന്നുള്ള സിദ്ധാന്തം പെട്ടെന്ന് കണ്ണടയ്ക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ആ പ്രതിഫലനമൊക്കെ എനിക്ക് മനസ്സിലാവുമെങ്കിൽ കൂടിയും പറഞ്ഞു തീർത്തോട്ടെ. ആ ന്യൂനപക്ഷമായ വർഗീയ ആശയങ്ങൾ പ്രചരിക്കുന്നതും സമൂഹത്തിന് ആശാസ്യമായൊരു കാര്യമല്ല. വളരെ പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 13 വർഷങ്ങൾക്ക് മുമ്പ് കൈവെട്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ഒരു നീതി നിർവഹണ സംവിധാനത്തെക്കുറിച്ചുള്ള ആശയത്തിന് ഒരു പിന്നെ വേരോട്ടവും പിന്നീട് ഉണ്ടാക്കാൻ കഴിയാത്ത വിധത്തിൽ കേരളം ഉണർന്നു നിന്നു എന്നുള്ളത് ഈ സമൂഹത്തിൻ്റെ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു കാര്യം ഞാൻ പറയാം, ഏത് തരത്തിലാണല്ലോ അത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമല്ല. ഇപ്പോൾ ഖലിസ്ഥാൻ വാദം ഉണ്ടായിട്ടില്ലേ? ഖലിസ്ഥാൻ വാദം എന്ന് പറയുന്നത് സിഖ് ന്യൂനപക്ഷം അവർക്ക് വേണ്ട ഒരു രാജ്യത്തിന് വേണ്ടി നടത്തിയ ഒരു പോരാട്ടമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടു ആ തീവ്രവാദവുമായി ബന്ധപ്പെട്ട്, സിഖ് തീവ്രവാദവുമായി ബന്ധപ്പെട്ട്. ഒരു രക്തസാക്ഷി, ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന രക്തസാക്ഷി ഉണ്ടായി. നമ്മളത് അമർച്ച ചെയ്യുകയാണല്ലോ ചെയ്തു. ഒരു രാജ്യം എന്ന നിലയ്ക്ക് അതിൻ്റെ അഖണ്ഡത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരുമിച്ച് നിന്ന് അതിനെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അതിൻ്റെ തുടർച്ചകൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഈ രാജ്യത്തിന് ത്രെട്ട് തന്നെയാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ തീവ്രവാദവും ഒരു പൊതുസമൂഹത്തിന്, മതേതരമായൊരു സമൂഹത്തിന് ഗുണപ്രദമാവുകയില്ല. അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഭിന്നാഭിപ്രായം ഉണ്ടാവുകയാണെങ്കിലും ഞാൻ അതിനെ വളരെ ഗൗരവത്തോடு തന്നെയാണ് കാണുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു തീവ്രവാദവും മുസ്ലിം തീവ്രവാദവും ഒരേപോലെ തന്നെ അപകടകരമാണ്. Meet the editors.